അപ്പുക്കുട്ടൻ്റെ ലാസ്റ്റ് എക്സാം ഇന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവനിന്ന് ചോറ് കൊടുത്തു വിടണോ അതോ ഉച്ചയ്ക്ക് പോയി വിളിച്ചുകൊണ്ട് വരണോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ഞാൻ. പിന്നെ ചോറ് കൊടുത്തു വിടാം, പിന്നെ വിളിക്കാൻ പോകണമെങ്കിൽ വിളിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അടുക്കളയിൽ കയറിയിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ അരി തിളപ്പിച്ചൂറ്റാൻ വേണ്ടി അടുപ്പത്തോട്ട് അങ്ങ് വെച്ച് കേട്ടോ. എന്നിട്ട് മെഴുക്കുവരട്ടി ആയിട്ട് പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവന് പയർ തോരൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി പയർ മെഴുക്കുവരട്ടി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പയർ മെഴുക്കുവരട്ടി ആട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അവനിത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എളുപ്പപ്പണിയാണ്. കാരണം കുറച്ച് എണ്ണ ഒഴിക്കുക, മഞ്ഞപ്പൊടി മുളക് പൊടി ഇടുക, അതിൻ്റെ മുകളിലോട്ട് ഈ പയർ അങ്ങ് തട്ടിയിടുക കേട്ടോ. സെക്ഷനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അന്നേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചട എല്ലാം കൂടെ കൂട്ടി ഇളക്കുക, ഉപ്പിടുക. അടിപൊളിയാണ് കേട്ടോ. കുഞ്ഞ് തീയിൽ വറ്റിച്ച് ഇങ്ങനെ വരട്ടി എടുത്താൽ മതി, നല്ല ടേസ്റ്റാണ്. ദിവൻ എൻ്റെ പുത്രന് ഇത് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. അതിനിടയ്ക്ക് അവൻ ഉറക്കം എഴുന്നേറ്റ് വന്ന് എന്നെ കുഞ്ഞിലെ തുടങ്ങി എടുപ്പാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ പറഞ്ഞു, എടാ നീ കാളയായടാ അങ്ങനെ പറഞ്ഞ് അവനെ താഴെ നിർത്തിയിട്ട് പിന്നെ ഞാൻ അവനൊരു എളുപ്പപ്പണിയായിട്ട് മോരുകറി കാച്ചുകയാണ്. അവന് ഈ മോര് ഇഷ്ടമല്ല, അതുകൊണ്ട് മോരിക്കറി ഉണ്ടാക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് കുറച്ച് എണ്ണയ്ക്കകത്ത് മഞ്ഞപ്പൊടി ഇട്ട് തൈരങ്ങ് പൊട്ടിച്ചൊഴിച്ച് ഇളക്കി കേട്ടോ. പക്ഷേ അവനത് രുചിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇത് കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതാണോ കൊടുത്തു വിട്ടത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കാലിൻ്റെ കീഴിൽ ഇങ്ങനെ വന്ന് നിൽക്കും. എല്ലാ ദിവസവും കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നില്ലെങ്കിൽ ഇവൻ എന്തോ ഒരു ഈർച്ചകേട് പോലെയാണ് കേട്ടോ. എൻ്റെ കാലി വായിന്ന് 4 തഴക്കൊക്കെ കേട്ട് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോയി പല്ലൊക്കെ തേച്ച് ഒരുങ്ങി വരും കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിച്ച സാധനങ്ങളുടെയൊക്കെ ലിങ്ക് ടാഗ് ചെയ്തേക്കാം. ഇന്ന് അപ്പുക്കുട്ടനെ വിളിക്കാൻ പോകണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രേ ഉള്ളൂ, ടാറ്റാ.